ഓണം അടുത്തെത്തിയതോടെ കേരളത്തിലെ വിപണിയിൽ സാധനങ്ങളുടെ വിലയും ഉയരുകയാണ്. ഓണവിപണി സജീവമാകുന്നതിനിടെ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ പലതിന്റെയും വില വർദ്ധിക്കുന്നത് സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റിനും തിരിച്ചടിയായി മാറുന്നുണ്ട്. ഓണക്കാലത്ത് വറുത്ത ഉപ്പേരി, ശർക്കര ഉപ്പേരി, അവിയൽ, സാമ്പാർ, കാളൻ, കൂട്ടുകറി തുടങ്ങിയ എല്ലാ വിഭവങ്ങളും തയ്യാറാക്കുന്നതിൽ പ്രധാന പ്രാധാന്യമുള്ളത് നേന്ത്രക്കായക്കാണ്. എന്നാൽ സംസ്ഥാനത്ത് നേന്ത്രക്കായ വിലയിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു മാസം മുമ്പ് വരെ 45 രൂപയായിരുന്ന നേന്ത്രക്കായ്ക്ക് ഇപ്പോൾ പൊതുവിപണിയിൽ 80 രൂപ കടന്നിട്ടുണ്ട്. ഓണം അടുത്തെത്തിയതോടെ ഞാലിപ്പൂവനുൾപ്പെടെയുള്ള ചെറുപഴങ്ങൾക്കും മികച്ച വിലയാണ് ലഭിക്കുന്നത്. ഞാലിക്ക് കിലോഗ്രാമിന് 80 രൂപയ്ക്ക് മുകളിലാണ് വില. എന്നാൽ ഇവയുടെ ഉൽപാദനത്തിലും വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് വയനാട്ടിൽ നിന്ന് ആവശ്യത്തിന് നേന്ത്രക്കുലകൾ ലഭിക്കുന്നില്ല എന്നതും തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയം ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നുള്ള വരവ് കുറഞ്ഞതും വില ഉയരാൻ കാരണമായി മാറിയിട്ടുണ്ട്. ഓരോ ഓണക്കാലത്തും നേന്ത്രക്കുലകൾക്ക് നല്ല വില ലഭിക്കാറുള്ളത് കൊണ്ട് മികച്ച കൃഷിയിടങ്ങളിലും ഓണവിപണി പ്രതീക്ഷിച്ച് നേന്ത്രകൃഷി സജീവമാകാറുണ്ട്. എന്നാൽ ഇത്തവണ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതിനാൽ വിലയിലും നല്ല മാറ്റമാണുള്ളത്. അതേസമയം പഞ്ചസാരയ്ക്കും സവാളയ്ക്കും വില കുതിച്ചുയരുകയാണ്. സവാള വില കിലോയ്ക്ക് 42 രൂപയായി ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയത്തെ അപേക്ഷിച്ച് 45% വർദ്ധിച്ചിട്ടുള്ളത്. നിലവിൽ ഡൽഹി, കേരളം, തമിഴ്നാട്, ആസാം തുടങ്ങിയ മേഖലകളിലാണ് സവാള വില കുതിച്ചുയർന്നിരിക്കുന്നത്. ഡൽഹിയിൽ കിലോക്ക് 65 രൂപയും ചെന്നൈയിൽ 58 രൂപയുമാണ് സവാളയുടെ വില. എന്നാൽ സവാള വില നിയന്ത്രിക്കുന്നതിന് കേന്ദ്ര സർക്കാർ മുൻകൈ എടുത്തിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന് ഡൽഹി, ചെന്നൈ, കൊച്ചി, ഗുവാഹത്തി എന്നിവിടങ്ങളിലേക്ക് പ്രത്യേക ട്രെയിൻ മാർഗം സവാള ഉള്ളി എത്തിക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. അതേസമയം ആഘോഷങ്ങളുടെ നിറം മങ്ങാതെ ഓണം ആഘോഷിക്കണമെങ്കിൽ വിലക്കയറ്റത്തിന് നിയന്ത്രണം കൊണ്ടുവരാനുള്ള നടപടികൾക്കാണ് ആളുകൾ കാത്തിരിക്കുന്നത്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി.